വ്യാപാരശാലയിൽ വൻ അഗ്നിബാധ 12-ൽ പരം ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. കല്ലുവിള പുത്തൻ വീട്ടിൽ ജോയിയുടെ കല്ലുവിള സ്റ്റോഴ്സ് എന്ന സ്ഥാപനമാണ് അഗ്നിക്കിരയായത്. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് സമീപത്തെ കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. തങ്കമണി ടൗണിൽ പ്രവർത്തിച്ചു വന്ന കല്ലുവിള സ്റ്റോഴ്സ് എന്ന വ്യാപാര സ്ഥാപനമാണ് കത്തി നശിച്ചത്. ഇന്ന് പുലർച്ചെ 5:35 കൂടിയാണ് അഗ്നി വളർന്നത്. ഷോർട്ട് സർക്യൂട്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വ്യാപാരശാലയ്ക്കുള്ളിൽ തീ പടർന്നതിനെ തുടർന്ന് ഇവിടെ സൂക്ഷിച്ചിരുന്ന പാചകവാതക സിലിണ്ടറുകളിൽ 12ഓളം എണ്ണം വൻ ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു. ഇതേ തുടർന്ന് സമീപത്തെ മറ്റ് സ്ഥാപനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകളും സംഭവിച്ചു. പലചരക്ക്, സ്റ്റേഷനറി, ഉണക്കമത്സ്യം തുടങ്ങിയവ കച്ചവടം നടത്തിയിരുന്ന സ്ഥാപനമായിരുന്നു കല്ലുവിള സ്റ്റോഴ്സ്. തങ്കമണിയിലെ കുടിയേറ്റ കാലം മുതൽ ഇതേ സ്ഥാനത്ത് പാരമ്പര്യമായി കച്ചവടം നടത്തി വന്നിരുന്ന ജോയി കല്ലുവിള പുത്തൻ വീടിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് സ്ഥാപനം. മര ഉരുപ്പടികൾ കൊണ്ട് നിർമ്മിച്ച ഓടുമേഞ്ഞ കെട്ടിടമായതിനാൽ തീ വേഗത്തിൽ പടരുകയായിരുന്നു. ആദ്യ സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് കെട്ടിടത്തിൻ്റെ മേൽക്കൂര തെറിച്ചു വീണു. തുടർന്ന് ഗ്യാസ് സിലിണ്ടറുകൾ ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിത്തെറിക്കുവാൻ തുടങ്ങിയതോടുകൂടി അക്ഷരാർത്ഥത്തിൽ നാട് നടുങ്ങി. 5:50 കൂടിയാണ് വഴിയാത്രികർ അഗ്നിബാധ നേരിൽ കണ്ടത്. തുടർന്ന് തൊട്ടടുത്തുള്ള തങ്കമണി പോലീസും പ്രദേശവാസികളും ഓടിക്കൂടിയെങ്കിലും സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്നതിനിടയിൽ പരിസരത്തേക്ക് അടുക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും വാഹനങ്ങളിൽ വെള്ളമെത്തിച്ച് തീ അണയ്ക്കുവാൻ ശ്രമിച്ചു. തങ്കമണിയിൽ ഏകദേശം 5:55 കൂടിയാണ് ഇങ്ങനൊരു തീപിടുത്തം ഉണ്ടായത്. ഞാൻ ഒരു വടംവലി മത്സരം കഴിഞ്ഞ് കോലാനിയിൽ നിന്ന് വന്ന വഴിക്ക് ഇങ്ങനെ തീ പുകയുന്നത് കണ്ടു. അപ്പോൾ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാരും വന്നു. നാട്ടുകാരെ എല്ലാം മാറ്റി. ഇതിനകത്ത് ഗ്യാസ് കുറ്റി ഉണ്ട് എന്നൊരു ചെറിയ സൂചന ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആളുകളെ മുഴുവൻ മാറ്റി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി, വാഹനങ്ങളെല്ലാം മാറ്റി. സമീപപ്രദേശത്തെ ഒരു സ്ഥലത്ത് നിന്ന് വെള്ളമടിച്ച് തീയെടുക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. ആ സമയത്തേക്ക് ഫയർഫോഴ്സ് എത്തി. എന്തായാലും വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ ആളുകളെ എല്ലാം മാറ്റി സുരക്ഷിതമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. പകൽ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ അത് ഇതിൻ്റെ വ്യാപ്തി വലുതായേനെ. എന്തായാലും വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. തങ്കമണി പോലീസ് സ്റ്റേഷന്റെ പോലീസുകാർക്കും അതോടൊപ്പം ഫയർ സ്റ്റേഷനിലെ ആളുകൾക്കും എല്ലാം ഇതിന് മുഖ്യമായ പങ്കുണ്ട്. സമീപവാസികളെല്ലാം ആത്മാർത്ഥമായിട്ട് സഹകരിച്ചെന്നാണ് വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. തുടർന്ന് ഇടുക്കി ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. താമസിയാതെ കട്ടപ്പന ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ആർക്കും പരിക്കേറ്റില്ലെങ്കിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. കെട്ടിടം പൂർണ്ണമായി കത്തി ചാമ്പലായതിനൊപ്പം ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളും കത്തി നശിച്ചു. ബിജു വൈസൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.